പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, 6 ഘട്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, 7-മത്തതിലോ തിന്മ നിന്നെ തൊടുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ഏതെല്ലാം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, 1 2 3 യോബിന് 6 ഘട്ടത്തിൽ നിന്ന് യോബിനെ കർത്താവ് വിടുവിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, 7-മത്തിലോ തിന്മ നിന്നെ തൊടുകയില്ല. യോബ് 5:19 നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഏതെല്ലാം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, രോഗങ്ങൾ, മുറിവുകൾ, ക്ഷാമം, ദാരിദ്ര്യം, യുദ്ധം, സംഘടന, അപമാനം, കളിയാക്കൽ, പ്രകൃതിയാത്ത ദുരിതങ്ങൾ, കഷ്ടതകൾ, ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും നമ്മൾ അടി പതറാതെ നിൽക്കാനാണ് ദൈവത്തിൻ്റെ. യോബ് അങ്ങനെയായിരുന്നു. ആ കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നപ്പോൾ കഷ്ടങ്ങൾ പതറാതെ ഇരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു ദൈവ മനുഷ്യനായിരുന്നു യോബ്. കഷ്ടങ്ങൾ സാരമില്ല. ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് സങ്കീർത്തനം 46:1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെരുവെള്ളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഈ കഷ്ടത്തിൻ്റെ അപ്പം തിന്നാലും ഞെരുക്കത്തിൻ്റെ വെള്ളം കുടിച്ചാലും നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കുകയില്ല. എന്തെല്ലാം കഷ്ടം ജീവിതത്തിൽ കടന്നു വന്നാലും, കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, നിന്നെ അനുഭവിക്കുന്ന, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ എന്നെ കാണുന്നത്, ശന്തൽ പ്രബലാദ്രി മനകടകലാദി ആരുമില്ലയോ സഹായിപ്പാൻ എല്ലാവരും തള്ളപ്പെട്ട ഒരു വ്യക്തിയാണോ എന്നെ കാണുന്നത്, സന്തൽ കടകലാദി സ്നേഹിക്കണമെന്ന് പറയുന്ന ആൾക്കാർ സ്നേഹിക്കാതിരുന്നപ്പോഴും, കരുതണമെന്ന് പറയുന്ന ആൾക്കാർ കരുതാതെ ഇരുന്നപ്പോഴും, അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്തി നിങ്ങളോട് കൂടെ ഇരുന്ന് കഴിഞ്ഞ നാളുകളിൽ ദൈവം വഴി നടത്തിയത് മനസ്സിലാക്കിക്കൊണ്ട്, നാളുകളിലെ മരണശൈകയിൽ അടമനകടകലാദി അസ്തകടകല റീവലകടകലാദി ശൈകയിൽ ഭവനത്തിലായിരിക്കുന്നു, അതോ കിടക്കയിലായിരിക്കുന്നു, അനേകം നാളുകളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമായിട്ട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് ദൈവം